ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കപ്പയാണ്. ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത കപ്പയിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം. ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി നമ്മൾ മുറിച്ചെടുക്കൂലേ, അതുപോലെയല്ല, ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നിങ്ങൾക്ക് 2 വെള്ളം ഊറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് 2 വെള്ളം ഊറ്റി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 1 വെള്ളം. കപ്പയുടെ വേവ് അനുസരിച്ച് നല്ലത് വെന്ത് പോകാൻ പാടില്ല. ഒരു 1/4 വേവിനാണ് എടുക്കേണ്ടത്. ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് നോക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ അവിയലിന് അരയ്ക്കും പോലെ അരച്ചെടുക്കണം. കപ്പയിൽ 1 വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിനുശേഷം 2ാമത് വെള്ളം ഒഴിച്ച് അത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ 1/4 വേവ് നോക്കിയതിന് ശേഷം നമുക്കതിനെ ഒന്ന് ഊറ്റിക്കളയാം. ഇത് 2 വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതിനെ അരിഞ്ഞെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം. അത് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വാഴയ്ക്ക വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കാണും. അത് ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയെ കൂടി ഇതിലേക്ക് എടുത്ത് തട്ടാം. കപ്പയെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടി തന്നെ ഞാൻ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം. അതിൻ്റെ വെള്ളം എല്ലാം വറ്റണം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു അവിയലാണ്. എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വാഴയ്ക്ക് ഒരു പകുതി കപ്പയായാലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.